സ്നേഹമുള്ളവരെ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി, വയലാർ അവാർഡ് ജേതാവ് KR മീരയുടെ ആരാച്ചാർ നോവലിൻ്റെ സ്വതന്ത്ര നാടകാവിഷ്കാരത്തിലേക്ക് സ്വാഗതം. ഒപ്പം നമുക്ക് അവരെയും ഈ അരങ്ങിലേക്ക് ക്ഷണിക്കാം. ആ കഥാപാത്രങ്ങളെ ആരാച്ചാർ നാരായൺ ഗൃഥാമല്ലിക്കും ചേതന ഗൃഥാമല്ലിക്കുമെല്ലാം നടന്ന വഴികളിലേക്ക്, മണ്ണിലേക്ക് വരിക പ്രിയരെ, ഈ അരങ്ങിന് ജീവനേകാൻ. ഇനി നമുക്ക് നാടകം തുടങ്ങാം. ഭഗവാൻ, ഞാൻ ഈ പെട്ടിയിൽ വെച്ചിരുന്ന സ്വർണ്ണ നാണയം കാണാനില്ല. എന്നാലും അതെവിടെ പോയി കാണും? രാമു, നീ അത് കണ്ടോടാ? കാലം തൊട്ടേയുള്ള സ്വർണ്ണ നാണയമാണ്. അത് പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഭഗവാൻ, ഞാനത് എവിടെ പോയി തിരയും? നാരായൺ, ഞാൻ ആ പെട്ടിയിൽ വെച്ചിരുന്ന സ്വർണ്ണ നാണയം കാണാനില്ല. നീ അത് കണ്ടോടാ? ഒന്ന് പോതല്ലേ, ഒരു സ്വർണ്ണ നാണയം ഇന്നത് നടക്കും. എന്റെ മനസ്സ് പറയും, അവന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കും. നീ നോക്കിക്കോ ചെയ്തു. എന്നിട്ട് എന്തിനാ ആകെയുള്ളൊരു പെൺതരിക അതിനെ കൂടെ കൊലക്ക് കൊടുത്തെന്ന് എനിക്ക് സമാധാനാവുമല്ലോ അല്ലേ? ചലക്കാണ്ടിരുന്നോണം. ഒന്നും രണ്ടുമല്ല, 459 പേര് തൂക്കിക്കൊന്ന കൈകളായത്. എനിക്കറിയാം ആർക്ക് എന്ത് എപ്പോ സംഭവിക്കുമെന്ന്. പറഞ്ഞോണ്ടിരുന്നോ? ഈ അടുപ്പിൽ അന്നം വേണമെന്നുണ്ടെങ്കിലേ ഞാൻ ഈ ചായപാത്രം കൊണ്ട് റോഡ് കണ്ടണം. നിന്റെ തല ഞാനിന്ന് പൊളിക്കും. എന്നാലത് ചെയ്യ്. അപ്പൊ പിന്നെ വേശ്യാപുരങ്ങളിലേക്ക് പോകാൻ ഒരു കാരണം കൂടെ കിട്ടുമല്ലോ അല്ലേ? ഉണ്ടാതിരിക്കാനാ പറഞ്ഞത്. കൊല്ലങ്ങൾ കൂടിയിട്ട ഒരുത്തനെ തൂക്കിക്കൊല്ല കിട്ടിയത്. ഞാനല്ലാതെ മറ്റൊരുത്തനും ആ പണി ചെയ്യില്ല. അപ്പൊ പിന്നെ സർക്കാരിന് എന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച പറ്റും. അതിന് നീ ഇവിടെ കിടന്ന് തൊണ്ട പൊളിച്ച കൊന്ന് ഗംഗയിലെറിയും ഞാൻ. അറിയാലോ? അറിയാം. അതുകൊണ്ട് തന്നെയാ പറയണത്. ഞാൻ നിങ്ങക്ക് പണത്തിനോടുള്ള ആർത്തി. മറ്റുള്ളവരുടെ ജീവൻ വെച്ച് വില പേശുമ്പോ ഈ ജീവൻ ചാപത്തെ ഓർമ്മിക്കുന്നത് നല്ലതാ. ഒരാരാച്ചാര് വന്നിരിക്കുന്നു.
എടീ, കേട്ടോ അവൾ പറഞ്ഞിട്ട് പോയത്? പണത്തിനോടുള്ള അതും എനിക്ക്. ഇവൾ സുരക്ഷിതയാവണമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ ഇല്ലാത്ത സ്വർണ്ണമാണ് നിങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നോ? ഒരു നാശം പിടിച്ച തള്ള. ഓ ഭഗവാൻ, രാമു ചെയ്തു. ഞാൻ ആ ക്ഷേത്രം നട വരെ പോയിട്ട് വരാം. നീ കരയാണോ? ഇതുപോലൊരു ഭാഗ്യവാനാണ് അച്ഛന്റെ ജോലിക്ക് കൂലിയായി ഇങ്ങനെ കൈകാലുകൾ ഛേദിക്ക് ജീവശവമായി ഇങ്ങനെ കിടക്കാനുള്ള ഭാഗ്യം. നീ ഇങ്ങനെ സങ്കടപ്പെടില്ലേ? ജീവനെങ്കിലും ബാക്കിയായില്ലേ? എന്തിന്? അവർക്ക് എന്റെ ജീവൻ കൂടി എടുക്കാൻ പാടുന്നില്ലേ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആരാച്ചാറിന്റെ മകനായി ജനിച്ചത്. വധശിക്ഷ നടപ്പാക്കുന്നത് ഗവൺമെന്റ് ആണ്. ആരാച്ചാർ ഒരു ഉപകരണം മാത്രം. ചെയ്തു. നിനക്ക് കേൾക്കണോ ചെയ്തു? മിക്ക രാത്രികളിലും ഞാൻ സ്വപ്നം കാണാറുണ്ട്. അന്ന് നിന്നുപോയ ഫുട്ബോൾ മാച്ച് പൂർത്തിയാക്കി ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡ് മന്ത്രിയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. സ്വപ്നങ്ങൾ നിഷേധിക്കാൻ അവർക്കാകില്ലല്ലോ. അല്ലേ ചെയ്തു? ഇത് ശരിയല്ല, തീരെ ശരിയല്ല. എങ്ങനെ ശരിയാവും? ശരിയല്ല, തീരെ ശരിയല്ല, ശരിയല്ല. രാമു, രാമു, നീ കേക്കണം രാമു. എന്താ കാക്കുമ്മ? എവിടെയും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നിന്റെ ബാബ അധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെ ശരിയാവും? ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. നിന്റെ പെങ്ങൾക്ക് ഇവക്ക് സർക്കാർ ജോലി 15,000 രൂപ. പിന്നെ പട്ടയോ? എന്നിട്ട് സർക്കാർ ഇതെല്ലാം അംഗീകരിച്ചു. എന്ന് വെച്ചാൽ എടാ, ഇവൻ അങ്ങേരുടെ എന്റെ ജ്യേഷ്ഠന്റെ അസിസ്റ്റന്റായി സർക്കാർ നിയമിച്ചു എന്ന്. മാസം 5 രൂപ അലവൻസും. ഓ ഭഗവാൻ, എന്റെ കുഞ്ഞിനൊരു ജോലിയായല്ലോ. ഭാഗ്യം, മഹാഭാഗ്യം. ഓ, പക്ഷെ അതെങ്ങനെ ശരിയാവും ദാദിമ? ഇത്രയും കാലം നാരായണമായി സഹായിച്ച ഞാനായിരുന്നില്ലേ? എന്നിട്ടും എന്നെ സ്ഥിരപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? മനുഷ്യരെ തൂക്കിക്കൊല്ലുന്ന ജോലിയാണ്, അല്ലാതെ പാറ്റയെയും കൊതുകിനെയും അടിച്ചു കൊല്ലുന്ന പോലെയല്ല. മനോബലം വേണം.
മനസ്സിലായടാ പന്നി? ഓ ഓ ഓ ഈ പീക്കിരി പെണ്ണിന് അതിനുള്ള മനോബലം ഉണ്ടെന്നാണോ ഭായി പറയുന്നത്? കഷ്ടം, ഒരു കുരുക്കുണ്ടാക്കാൻ എങ്ങനെയെന്ന് അറിയാത്ത ഇവൾക്ക്. മൂത്തവളെ നിങ്ങൾ കൊന്നു, കൊള്ളി വെക്കാനുള്ള ചെറുക്കനെ ഇങ്ങനെ ഒഴിവാക്കി. ഇനി ഇവിടെ നശിപ്പിക്കണം നിങ്ങൾക്ക്. നാവളകടി, ഇവൾ നാരായണ മല്ലിക്കിന്റെ മകളാണെന്ന് തെളിയിച്ചു. ഈ ദുഷ്ടന്റെ കൂടെ ഒരു നിമിഷം നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എന്താ ചെയ്യാ? നീ ഇതെങ്ങനെ പഠിച്ചു? ഞാൻ ആ പ്രസിൽ പ്രൂഫ് റീഡിങ്ങിന് പോയിരുന്നില്ലേ രാമുദ? അവിടെ വെച്ച് അവൻ മാരുതി പ്രസാദ് യാദവ് പാൻപരാഗിന്റെയും വിയർപ്പിന്റെയും നാറ്റവുമായി അവൻ പിറകിലൂടെ വന്നെന്റെ മാറിൽ കൈവച്ചു. ഞാൻ അവനെ നോക്കി ചിരിച്ചു. എന്റെ മാറിൽ നിന്ന് ദുപ്പട്ടയെടുത്ത് മാറ്റി ഒരു നിമിഷം കൊണ്ടൊരു കുരുക്കുണ്ടാക്കി ഞാൻ അവനെ ജനലിനോട് ബന്ധിച്ചു. അവൻ പിടഞ്ഞു. കണ്ണുകൾ തുറിച്ച് നാക്ക് നീണ്ട് അവന്റെ ബോധം മറയുന്നതിന് മുമ്പ് ഞാൻ അവനോട് പറഞ്ഞു, തൂക്കുകയർ പശുവിനെ കെട്ടാനുള്ളതല്ലെന്ന്. കുടുക്കഴിച്ചു മാറ്റി ദുപ്പട്ട മാറിലിട്ടുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു, കോഴിയെ കൊല്ലാൻ ആരാചാരുടെ ആവശ്യമില്ലെന്ന്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാമുദ? യതീന്ദ്രനാഥിന്റെ ദയാഹർജി തള്ളി. അതെ, നല്ല വിധി. നോക്കിക്കോ, ഇനിയാണ് എന്റെയും ചാനലിന്റെയും കളി. ചേതന, ഇനി നീ ഒരു സ്റ്റാർ ആയിരിക്കും. എന്റെ ചാനലിൽ പ്രൈം ടൈമിൽ നിങ്ങളുടെ ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്യും. ഷുവർ. ഏത് നശിച്ച നേരത്താണ് അയാളുമായി അങ്ങനെ ഒരു കരാർ ഒപ്പിടാൻ തോന്നിയത്? ആ നിമിഷത്തെയാണ് ഞാനിപ്പോ ശപിക്കുന്നത്. ചെയ്തു, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കഴിയുമെങ്കിൽ നീ അയാളെ അവഗണിക്കണം. എന്തിന്? അവൻ വിവാഹത്തിന് ഒരുക്കമാണെങ്കിൽ സമ്മതിക്കണം. മാ, അയാളെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഇവൾ ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത് രാമു? 80 കഴിഞ്ഞിട്ടും വേശ്യാപ്പുരകളെ നിലകൊന്നതിന്റെ ബാബയെയോ? തൂക്കിക്കൊലകളുടെ ഹരം പിടിപ്പിക്കുന്ന കഥകളല്ലാതെ അയാൾ ഇവൾക്ക് എന്ത് നൽകുമെന്നാണ്?
അവൾക്ക് അത് മതിയടി. അവൾ എന്റെ മകളാണ്. ആരാച്ചാർ നാരായൺ ഘൃതാമല്ലിക്കിന്റെ പേര് നിലനിർത്താൻ പിറന്ന ചേതനാ ഘൃതാമല്ലിക്. ഒന്ന് പോ മാമ. ഇവർ ഈ വീട് അന്വേഷിച്ച് തെരുവിൽ അലയുകയായിരുന്നു. ഭാഗ്യത്തിന് എന്റെ മുന്നിൽ വന്ന് പെട്ടത്. ഇവർക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ആരാ? ഞങ്ങൾ യതീന്ദ്രനാഥിന്റെ അച്ഛനും അമ്മയുമാണ്. അവനെ തൂക്കിക്കൊല്ലാതിരിക്കാൻ പറ്റുമോ മോളെ? എന്തിന് എന്തിനത് ചെയ്യാതിരിക്കണം? കൂട്ടക്കൊല നടത്തുമ്പോ മരണം അവന് കൂടി ബാധകമാണെന്ന് അവൻ ഓർത്തോ? കൂട്ടക്കൊല എന്തിനു വേണ്ടിയെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? 8 ഏക്കർ പാടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ അവിടെ എല്ലുമുറിയെ പണിയെടുത്തു. 13 കൊല്ലം മുന്നുള്ള ഒരു വേനലിൽ കൃഷി മുഴുവൻ നശിച്ചു. അടുത്ത കൃഷിക്കായി അവൻ പലിശയ്ക്ക് കടമെടുത്തു. ഇതൊക്കെ എന്നും കേൾക്കുന്ന പൈങ്കിളി കഥകൾ. ജീവിതം നിങ്ങൾക്കൊക്കെ വെറും പൈങ്കിളി കഥയായി തോന്നും. ഉള്ളതത്രയും വിറ്റ് കടം വീട്ടിയിട്ടും തീർന്നില്ല. അയാൾ കള്ളക്കണക്ക് പറഞ്ഞു ഞങ്ങളുടെ ഭൂമി തട്ടിയെടുത്തു. ആ ജമീന്ദാർ അവന്റെ സുബോധം നശിച്ചു. കയ്യിൽ കിട്ടിയതും എടുത്ത് എന്റെ മോൻ അയാളുടെ വീട്ടിലെത്തി. എന്നാലും ഒരു പിഞ്ചു കുഞ്ഞിനെ അടക്കം 3 പേരെ. അതെ, പിഞ്ചു കുഞ്ഞ്, ഒരു 9 വയസ്സ്. തിരിച്ചു വന്നിട്ടും അവൻ അലറി വിളിക്കുകയായിരുന്നു, കൊല്ലണം, എല്ലാത്തിനെയും കൊല്ലണം, കൊല്ലണം, എല്ലാത്തിനെയും കൊല്ലണം, കൊല്ലണം, എല്ലാത്തിനെയും കൊല്ലണം. അധികാരവും പണവും എല്ലാം കൂടി ചേർന്ന് എന്റെ മകനെ ഭ്രാന്തനും കൊലയാളിയുമാക്കി മാറ്റി. മോളെ, അവനെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെയാണ് സർക്കാർ നിശ്ചയിക്കുന്നത് നടപ്പിലാക്കുവാനല്ലേ ഞങ്ങൾക്ക്? അതെ, നമ്മളെല്ലാം അധികാരികളുടെ കയ്യിലെ വെറും പാവകൾ മാത്രം. എന്നാലും നിങ്ങൾക്കതിൽ നിന്നും പിന്മാറാനെങ്കിലും പറ്റുമോ? അതെങ്ങനെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യേണ്ടതാണ്. കടന്നു പോണമേ. നമ്മൾ വിജയിച്ചു. അവന്റെ തീയതി ഉറപ്പിച്ചു. ഇനി വെറും 13 ദിവസം മാത്രം.
മാത്രം കൊല്ലാനിരുന്നതാ. തടസ്സം നിന്നപ്പോഴാ ഞാൻ അവനെയും. എന്തിന് അവരെന്തിനു ചെയ്തു? അവളെയും ഭാര്യയാക്കാൻ നോക്കി കാണും നിന്റെ ബാബ. ഞാൻ കളവിയാണല്ലോ. ഇനി നീ വായ തുറന്ന് വേണ്ടാത്തത് പറഞ്ഞോ, നിന്നെയും കൊല്ലും ഞാൻ. പോലീസ് എത്തിയോ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കേ. നാരായൺജി, എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചത്? കുറ്റവാളിയായ നിങ്ങൾക്ക് ഇനി ആ തെണ്ടിയെ തൂക്കിലേറ്റാൻ നിയമം അനുവദിക്കുവോ? ഇനി അവളത് ഒറ്റയ്ക്ക് ചെയ്യണം. ചെയ്തു, നിന്റെ വഴികൾ കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. പുതിയ കരാറിന് നിനക്ക് എത്ര പണം വേണം പറയും. വൃത്തികെട്ട മൃഗം, മരണത്തെയും വിറ്റ് കാശാക്കുന്നു. എന്റെ പണി ഇതാണ് ചേതന. കച്ചവടം, വെറും കച്ചവടം. ചെയ്തു. മാരുതി പ്രസാദ് യാദവിൽ നിന്നും നിന്റെ മാനം കാക്കാൻ നീ ഉണ്ടാക്കിയ ഉരുക്കുണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം ഒരിക്കൽ കൂടി ഉണ്ടാക്കാമോ? അത് അത് അതെന്റെ കഴുത്തിൽ കുരുക്കി എന്നെ ഒന്ന് കൊന്ന് താഴ്ചയത്. जिंदगी में तो सभी, जिंदगी में तो सभी प्यार किया करते हैं। जिंदगी में तो सभी प्यार किया करते हैं। मैं तो मर कर मेरी जान तुझे जानूंगा। जिंदगी में तो सभी प्यार किया करते हैं। तू मिला है तो ये एहसास हुआ है मुझको। तू मिला है तो ये एहसास हुआ है मुझको। ये मेरी मोहब्बत के लिए थोड़ी है एक जरा सा गमदार। പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ സാർ? ഇല്ല അല്ലേ? എനിക്കറിയാം, ഒരു കോടതി ഏത് നിയമവും എന്റെ രക്ഷയ്ക്ക് എത്തില്ലെന്ന്, ആരും ഒരു ദയാഹർജിയും സ്വീകരിക്കില്ലെന്ന്.
നീ എന്താണ് ആഹാരം കഴിക്കാത്തത്? നിനക്ക് വിശക്കുന്നില്ലേ? അച്ഛനും അമ്മയും ഉപവാസത്തിലായിരിക്കും. എന്റെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരിക്കും. എന്റെ ഭാര്യ കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ വകയില്ലാതെ ചിലപ്പോ വേണ്ട സർ, എനിക്ക് ആഹാരം വേണ്ട സർ. ഇനി വെറും 4 ദിവസം മാത്രം അല്ലേ സാർ? അതിനിടയിൽ ഒരത്ഭുതവും സംഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ എന്തിന്? യതീന്ദ്രനാഥ്, നിനക്കിപ്പോ ജീവിതത്തോട് വെറുപ്പ് തോന്നുന്നു? ഇല്ല ഇല്ല സാർ, എനിക്കിപ്പോ ജീവിതത്തോട് വല്ലാത്ത ആർത്തി തോന്നുന്നു സാർ. അച്ഛൻ, അമ്മ, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എല്ലാവരും ഒത്ത് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല സാർ. പക്ഷെ അത് നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ലല്ലോ സാർ. അല്ലേ സാർ? സാർ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാർ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഈ റേഡിയോ പോലും. എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എന്താണ്? എന്നെ തൂക്കിക്കൊല്ലാൻ വരുന്ന ആരാച്ചാർ ചേതനാഗൃദ്ധ മല്ലിക്കിനെ എനിക്കൊന്ന് കാണണം. എന്തിന്? എനിക്കറിയാം സാർ, ചാവാൻ പോകുന്നയാൾ കൊല്ലാൻ വരുന്നയാളെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലെന്ന്. എന്നാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്തിനാണ് നിങ്ങൾ എന്നെ തനിച്ച് കാണണമെന്ന് പറഞ്ഞത്? ഓ ചേതന, അല്ല അത് എന്റെ കയ്യും കാലും കെട്ടുമ്പോ ഒരുപാട് മുറുക്കി കെട്ടരുത്. കാറ്റും വെളിച്ചവും തട്ടാതെ അത് നേർത്തുപോയി. ഒരുപാട് മുറുക്കിയ ചിലപ്പോ മുറിഞ്ഞ് ചോര വരും. ദേ നോക്ക്. ഇത് പറയാനാണോ? ഏയ് അല്ല, പിന്നെ ഞങ്ങളുടെ ഭൂമി വരണ്ടതാണ്. എന്താ? അതെ, ഞങ്ങളുടെ ഭൂമി വരണ്ടതാണ്. വിതച്ചാലും കൊയ്യാൻ സാധിച്ചെന്ന് വരില്ല. എല്ലാ വർഷവും കടം വാങ്ങേണ്ടി വരും. അടുത്ത വർഷം തിരിച്ചു കൊടുക്കാമെന്ന് ആഗ്രഹിക്കേണ്ടി വരും. അടുത്ത വർഷം അതിനടുത്ത വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരും. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ജീവിക്കാൻ നല്ല മനക്കെട്ടി ആവശ്യമാണ്. ഒരാളെ കൊല്ലാനുള്ള മനക്കെട്ടി കൃഷി ഇറക്കാനും വേണം. 400 വളയമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരണം. വലിച്ചാലും 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 വെള്ളം മുകളിലെത്തില്ല. കാത്തിരിക്കാൻ ക്ഷമ വേണം. നിങ്ങൾ പറയുന്നത്? ചേതന, വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോ ഞാൻ ജയിലിലായി. അത് പിന്നെ ഞാൻ എന്റെ ഭാര്യയോടൊത്ത് കഴിഞ്ഞിട്ടില്ല. നിനക്ക് 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 എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ?
എനിക്കറിയില്ല എന്നെ കെട്ടിപ്പിടിക്കാൻ ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. जिंदगी में तो सभी जिंदगी में तो सभी प्यार किया करते जिंदगी में तो सभी प्यार किया करते मैं तो मर कर मेरी जान तुझे जानूंगा जिंदगी में तो सभी प्यार किया करते तू मिला ചെയ്തു നീ പോകുന്നില്ലേ? നീ അവനെ ഭയക്കുന്നു അല്ലേ ചെയ്തു? അറിയില്ല. അന്ന് ഞാൻ അയാളെ കണ്ടപ്പോ അയാൾ എന്നോട് പറഞ്ഞത് കൈകാലികൾ മുറുകെ കിട്ടിയ അവിടെ പൊടിഞ്ഞു പോകുമെന്നാണ്. നീ നിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ആളെ കൊല്ലുന്ന ജോലി അല്ലേ മാം? ആരാച്ചാർ ആളെ കൊല്ലുകയല്ല, നീതി നടപ്പാക്കുകയാണെന്ന് നിന്റെ ബാബ പറയാറുണ്ട്. നീതിയില്ലെങ്കിൽ രാജ്യവും പ്രജകളും ഇല്ലെന്ന് നിന്റെ മുത്തശ്ശിയും പറയാറുണ്ട്. ആരുടെ നീതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്? ജനങ്ങളുടെയോ? അതോ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ? എന്തിനായിരിക്കും ബാബ കാക്കുമായി അമ്മായിയെ കൊന്നത്? അത് നിന്റെ ബാബയ്ക്ക് മാത്രമേ അറിയൂ. നിനക്ക് പോകാൻ സമയമായി ചെയ്തു. ഞാൻ പോകണമെന്ന് തന്നെയാണോ അമ്മ പറയുന്നത്? ഞാൻ പിന്നെ എന്താണ് പറയേണ്ടത്? നോക്ക്, മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ഇവന്റെ മുറിവുകൾ പഴുത്തു തുടങ്ങി. ദിവസങ്ങളായി ഇവര് വയറിന് ചാകാനും കൊടുത്തിട്ട് ഞാനും എന്റെ അമ്മയാണ് ചെയ്തു. അമ്മയാണ്. ഞാൻ പോകാമ്മ. എന്റെ വഴി ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
ബാബാ, ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും പറയും, എന്തിനാണ് കാക്കുമായെ അമ്മായിയെ കൊന്നത്? പറയ് ബാബാ, എനിക്കത് അറിഞ്ഞേ തരും. എന്തിനാണ് അവരെ കൊന്നത്? അവളൊരു വേശിയാണെന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ബാബാ, അവളൊരു വേശിയാണെന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവളെ കാളികെട്ടിൽ വെച്ച് കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് കാണാൻ പാടില്ലാത്ത വിധത്തിൽ കണ്ടു. ഞാനത് സഹിക്കണമെന്നാണ് നീ പറയുന്നത്? പറയാൻ അവളങ്ങനെ പണം ഉണ്ടാക്കിയത് അവളുടെ ഭർത്താവിന് ചികിത്സിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ച് ശരീരം വിരിട്ടാണോടി ചികിത്സക്ക് പണം ഉണ്ടാക്കുന്നത്? അവന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു മൂത്രം പോകാതെ നീതി കെട്ടി വേദനിക്കുന്നത് കണ്ടാൽ ഈ 60-ാം വയസ്സിലും എനിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇവളെ കൊണ്ടുപോകേണ്ടി വരും. വേറെ എന്തെടുത്തിട്ട് വിൽക്കുക ഇവിടെ? ക്രിസ്തുവിന് 400 വർഷം മുമ്പുള്ള നിങ്ങളുടെ ഈ ചരിത്രമോ? പറയാൻ ചെയ്തു. നിന്റെ കയർ കൊടുക്ക് എനിക്കും വേണ്ടി വരും, തീർച്ച. ও ভ্রমর রে എങ്ങനെയാ? শ্রীকৃষ্ণ বিচ্ছেদে অনলে অঙ্গ যায় জ্বলিয়া রে ভ্রমর কয়গিয়া। ও ভ্রমর রে আগে যদি জানতাম রে ভ্রমর যাইবারে সাহারিয়া মাথার কেশ দুই ভাগ কইরা তোরে বাঁধা রাখতাম রে ভ্রমর কয়গিয়া। ভ্রমর কয়গিয়া শ্রীকৃষ্ণ বিচ্ছেদে অনলে অঙ্গ যায় জ্বলিয়া রে ভ্রমর কয়গিয়া।
രാമു, രാമു, ബാബ നിനക്ക് ബാബയോട് ദേഷ്യം തോന്നുന്നുണ്ടോടാ? എന്താ ബാബ? നിങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത് ബാബയാണെന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ? എന്താ ബാബ ഇത്? എനിക്കൊന്ന് ഉറങ്ങണം. ബാബയെ ആരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ബാബയും ആരെയും സ്നേഹിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ തെറ്റുകൾ മാത്രമേ ബാബ ചെയ്തിട്ടുള്ളൂ. നിന്റെ മുത്തശ്ശിയോട്, നിന്റെ മായോട്, നിന്റെ ചേച്ചിയോട്, നിന്നോട്, പിന്നെ എന്റെ ചേതുവിനോട്, അങ്ങനെ അങ്ങനെ ഈ ലോകത്തോട് മുഴുവൻ. ഇന്നിപ്പോ ബാബയ്ക്ക് ഒരു ശരിയെങ്കിലും ചെയ്യാൻ തോന്നുന്നു. ഒരു ശരിയെങ്കിലും ചെയ്യാൻ തോന്നുന്നു. ഇന്നിപ്പോ ഒരു ശരിയെങ്കിലും
അയാൾ എന്നോട് പറഞ്ഞ വാക്കുകൾ അത് ഇപ്പോഴും എന്നെ പൊള്ളിക്കുന്നു. എങ്ങനെയാണ് ഞാൻ ആ കൈകൾ കൂട്ടിക്കെട്ടേണ്ടത്? ആ കണ്ണുകളെ ഞാൻ എങ്ങനെയാണ് നേരിടേണ്ടത്? വരണ്ടുണങ്ങിയ മണ്ണിനെ പറ്റി പറഞ്ഞപ്പോ അയാളിൽ ഉണ്ടായിരുന്ന നിർവികാരത, എന്തിനാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്? ചാനൽ ഉടമ സഞ്ജീവ് ബാബുവിന്റെ ഭാഷയിൽ ഞാനും പണവും പ്രശസ്തി ആഗ്രഹിച്ചു പോയോ? അല്ലെങ്കിലും ഞാൻ എന്തിനു ഭയക്കണം? മാ പറഞ്ഞതുപോലെ ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. കുറ്റവാളിയായ ഒരുവന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ നടപ്പിലാക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ തന്നെയാണത് ചെയ്യേണ്ടത്. യതീന്ദ്രനാഥ്, അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മണ്ണ് എനിക്കേറെ ഇഷ്ടമായിരുന്നു. മണ്ണിന് എന്നെയും. ഇനി എനിക്ക് ഈ മണ്ണിൽ ഒന്നും ചെയ്യാനില്ലാതായതിൽ ഞാൻ ഖേദിക്കുന്നു. ചേതന, രവീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷ നടപ്പാക്കി. പലവിധ കാരണങ്ങളാൽ മുൻതവണ മാറ്റിവെക്കപ്പെട്ട വധശിക്ഷ ഇന്ന് പുലർച്ചെ 4:30 ലോകത്തിലെ ആദ്യ വനിതാ അരച്ചറിഞ്ഞ വിശേഷണമുള്ള ചേതന ഗൃതാവല്ലിക്കാണ് നിർവഹിച്ചത്. അതേസമയം വധശിക്ഷ നടപ്പാക്കിയത് കാടത്തവും അപലപനീയവുമാണെന്ന് ഒരു സംഘം മനുഷ്യാവകാശ ചേതന, ചേതന, ആർ യു ഓൾ റൈറ്റ്? എന്തെങ്കിലും പാളിച്ച പറ്റിയിരുന്നെങ്കിൽ ഗവൺമെന്റിന് ചീത്തപ്പേരായനെ. പറയൂ ചേതന, നിനക്ക് എന്താണ് വേണ്ടത്? പറയൂ. യതീന്ദ്രനാഥിന്റെ ജഡശരീരം ചേതന,
അതെ ബാബുജി, ഞാനാണ് അയാളുടെ ആകെയുള്ള ബന്ധുവും ശത്രുവും. മണ്ണ് എനിക്കുമേറെ ഇഷ്ടമാണ് ബാബുജി. മണ്ണ് എനിക്കുമേറെ ഇഷ്ടമാണ്. നീയാര് കൂട്ടിന്നു വന്നു കൂരിരുട്ടിൽ നിന്നു പാട്ടുകൾ തന്നു പങ്കായം തന്നു കൂട്ടിന്നു വന്നു കൂരിരുട്ടിൽ നിന്നു പാട്ടുകൾ തന്നു പങ്കായം തന്നു കഷ്ടകാലത്തിൻ കരിങ്കടൽ നീന്തി കത്തുന്ന ജീവിതം മുത്തായി തന്നു ആ നീ ആര്